ഇന്നും ശബ്ദമായിട്ട് ഹല്ലേലൂയ ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും ശബ്ദമായിട്ട് ചേർന്ന് ശക്തിയോടെ പാടി ഈ രാത്രി വേളയിൽ കർത്താവിന്റെ നാമത്തിന് നാം മഹത്വപ്പെടുത്താം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എത്ര പേർക്ക് പറയാൻ കഴിയും ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമായിരിക്കും. 1994 വർഷം ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു. എനിക്ക് 1.5 വയസ്സ് വരെ എനിക്ക് കണ്ണ് കാണാം, നിങ്ങളെപ്പോലെ ഞാൻ നോർമലായിരുന്നു. പക്ഷേ 1.5 വയസ്സായ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ചെറിയ പനി, നോർമലായിട്ട് എല്ലാവർക്കും വരുന്നത് പോലെ ഒരു പനി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ പപ്പ അപ്പോൾ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. എൻ്റെ അമ്മയും എനിക്ക് 2 ചേച്ചിമാരുണ്ട്. എൻ്റെ അമ്മ ഒരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടെ എന്നെ പരിശോധിച്ച് ഡോക്ടേഴ്സ്, അവിടുത്തെ ഡോക്ടർ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, പുള്ളി ഒരു മരുന്ന് എഴുതി കൊടുത്തു, എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ടു. വീട്ടിൽ വന്നത് മുതൽ എൻ്റെ ശരീരമെല്ലാം പുണ്ണ് ബാധിച്ചു. എൻ്റെ ശരീരത്തിലുള്ള തോലെല്ലാം അങ്ങനെ ഇളകുവാൻ ആരംഭിച്ചു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സിവിയറായിട്ട് മാറി. അപ്പോൾ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അത് ശരിയായില്ല. വേറൊരു ഹോസ്പിറ്റലിൽ പിന്നെ കൊണ്ടുപോയി. അവിടെ പോയപ്പോഴാണ് മെഡിസിൻ്റെ റിയാക്ഷൻ കൊണ്ട് എൻ്റെ കണ്ണ് എല്ലാം പോയി എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു. വളരെ ഭാരത്തോട് എൻ്റെ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലില്ല, എല്ലാ ഹോസ്പിറ്റലിലും പോയി. എല്ലാ ഡോക്ടേഴ്സും കൈവിട്ടു. പക്ഷേ എല്ലാവരും കൈവിട്ടപ്പോൾ യേശു മാത്രം എന്നെ ചേർത്തു. എത്ര പേർക്ക് പറയാൻ കഴിയും ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എല്ലാവരും പോയാലും കുഴപ്പമില്ല, പക്ഷെ യേശു നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ, ശബ്ദമായിട്ട് ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ചെറുപ്രായം മുതൽ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ ഉടനെ എനിക്ക് കണ്ണ് കാണത്തില്ല എന്ന് ആരും കണ്ടുപിടിച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ പോയി ചുവരിലൊക്കെ ഇങ്ങനെ ഇടിക്കുമായിരുന്നു. അപ്പോഴാണ് അവരെല്ലാം മനസ്സിലാക്കിയത് എനിക്ക് കണ്ണ് കണ്ടുകൂടാന്ന്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഭാരം എന്ന് വെച്ചാൽ ഞാൻ ഒരേ ഒരു ആൺകുഞ്ഞാണ്. അപ്പോൾ എന്നെക്കുറിച്ച് വലിയ ഒരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷേ ഇന്ന് കർത്താവ് എന്നെ പല സ്റ്റേജുകളിൽ, ഞാൻ ആയിരക്കണക്കിനുള്ള സ്റ്റേജുകളിൽ വർഷിപ്പ് ലീഡ് ചെയ്തിട്ടുണ്ട്, കീബോർഡ് വായിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് കർത്താവ് എനിക്കൊരു നല്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോ തന്നിട്ടുണ്ട്. അനേക ഗാനങ്ങൾ സ്വന്തമായിട്ട് എഴുതുവാൻ, അനേക ഗാനങ്ങൾ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുവാൻ, അനേക ഗാനങ്ങൾ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ വേണ്ടാമെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ വേദനപ്പെടുത്തിയാലും കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല എൻ്റെ യേശു എത്ര നല്ല. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കൃപയാൽ 2 MA നേടുവാൻ, ഒരു BEd കഴിയുവാൻ, ഒരു MDU, ബൈബിളിൽ ഒരു MDU പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഇന്നൊരു കോളേജിൽ, ഗ്രേസ് എന്ന് പറയുന്ന നമ്മുടെ കളിയേക്കവളയുടെ അടുത്തുള്ള ഒരു കോളേജിൽ അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. ഇന്ന് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ നോക്കി പറഞ്ഞു, നീ ബ്ലൈൻഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് ഉറപ്പായിട്ടും നിന്റെ മക്കളും ഇങ്ങനെ ഇരിക്കാനാണ് ചാൻസ്. പക്ഷെ ഇവിടെ പാഡ് വായിക്കുന്ന എൻ്റെ ബ്രദറാണ്, പുള്ളി അപ്പോഴൊക്കെ എന്നെ നോക്കി എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവം ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, 2 മക്കളും ദൈവം കൃപയാൽ നിനക്ക് തരും. ദൈവം ഒരു കുറവുമില്ലാതെ 2 മക്കളിനെയും ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. അവൻ മൂത്തത് ആൺകുഞ്ഞാണ്, 2ാമത്തത് പെൺകുഞ്ഞാണ്. ഞാൻ എന്തൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചോ എല്ലാം ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഈ രാത്രി കാലത്ത് ഒരുപക്ഷെ നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല, യേശു നിന്നെ ഒരിക്കലും തള്ളത്തില്ല. ആ യേശു ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? എന്നാൽ എനിക്കൊരു സഹായകൻ പാവാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ചേർന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടാമോ?
എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പാടാമോ? എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ചേർന്ന് പാടാമോ? എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അമ്മയും അപ്പനും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ